തലസ്ഥാനത്ത് സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ വീട് സൈന്യം തകർത്തു. ഉമർ നബിയുടെ പുൽവാമയിലെ വീടാണ് സൈന്യം തകർത്തത്. ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനകളുടെ ഭാഗമാണ് ഉമർ എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സൈന്യം അയാളുടെ വീട് തകർത്തെറിഞ്ഞത്. ഉമറിന്റെ കുടുംബാംഗങ്ങളെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് സൈന്യം മാറ്റുകയും ചെയ്തിരുന്നു. ഉറ്റ ബന്ധുക്കളെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലും എടുത്തിരിക്കുന്നു. പുലർച്ചെയാണ് സൈന്യം ഉമറിന്റെ വീട് തകർത്തത്. IED ഉപയോഗിച്ചാണ് വീട് തകർത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് വീട് തകർത്തത് എന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ NIA അന്വേഷണത്തിൽ 2 വിദേശ ഹാൻഡിൽമാരുടെ പേര് ഉയർന്നു വന്നിരിക്കുകയാണ്. ഒന്ന്, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ ആക്രമണം നടത്തിയ ഡോക്ടർ ഉമറിനും അയാളുടെ കൂട്ടാളികൾക്കുമെന്ന് വ്യക്തമായി. ഒരു വശത്ത്, മറുവശത്ത് ഇവർ സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്ന വിദേശ ഹാൻഡിൽമാരെ സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭീകരവാദികളെ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ഉകാസ, ഡോക്ടർ ഹാഷിം എന്ന ആരിഫ് നിസാർ എന്നീ രഹസ്യനാമങ്ങളിൽ ഉള്ളവരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പാകിസ്ഥാൻകാരനാണ് നിസാർ, തുർക്കിക്കാരനാണ് ഉകാസ എന്ന് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലും തുർക്കിയിലുമായി പരന്നു കിടക്കുന്ന ഭീകര ശൃംഖലയുടെ ഭാഗമാണ് ഇപ്പോൾ ഇന്ത്യയിൽ അറസ്റ്റിലായിരിക്കുന്ന ഈ ഭീകര സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ. 2 ഹാൻഡിൽമാരുടെയും പേരുകൾ ഒരുപക്ഷെ രഹസ്യമായിരിക്കും വച്ചിരിക്കുന്നത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ. ടെലിഗ്രാം, സിഗ്നൽ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലുള്ള ഈ ഭീകരർ മറ്റു വിദേശ ഹാൻഡിലെ ഉള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വിവിധ വശങ്ങളെ കുറിച്ച് മൾട്ടി ഏജൻസിയാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ NIA നേരിട്ട് അന്വേഷണം നടത്തുന്നു. അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സർവകലാശാല ഭീകരവാദികളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ അൽഫല സർവകലാശാലയിലെ ഡോക്ടർ ആദിലിന്റെ സഹോദരൻ മുസഫറിന് പാക് ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നതാണ്. അന്വേഷണ സംഘത്തിന്റെ കണ്ടക്ടർ ഡോക്ടർ ആദിൽ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു. ഇയാൾക്കായി ജമ്മു കശ്മീർ പോലീസ് ഇന്റർപോളിനെ സമീപിച്ചിട്ടുമുണ്ട്. മുസഫറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല, ഉമർ നബിക്കൊപ്പം മുസഫർ തുർക്കി സന്ദർശിച്ചിരുന്നു എന്നും ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 15 പേരിൽ ഒരാളാണ് ഉത്തർപ്രദേശിലെ സഹാറാൻപൂർ സ്വദേശിയായ ഡോക്ടർ ആദിൽ റാത്തൽ. അൽഫല സർവകലാശാലയിൽ തന്നെ ഡോക്ടർമാരായ മുസമിൻ ഷക്കീൽ, ഷാഹിൻ ഷാഹിദ്, ഉമർ മുഹമ്മദ് എന്നിവരാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളുടെ വലയിൽ അകപ്പെട്ടവർ. ഇതിൽ ഡോക്ടർ ഉമർ സംഘാംഗങ്ങൾ അറസ്റ്റിലായി എന്ന് തിരിച്ചറിഞ്ഞതോടെ ചെങ്കോട്ടയിലേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ സംഘത്തിന് പുറമെ 12 പേരെ കൂടി അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇവരിൽ പലർക്കും അൽഫല സർവകലാശാലയുമായി അടുത്ത ബന്ധമുണ്ട്. ഇതിൽ 6 പേർ ജമ്മു കശ്മീർ സ്വദേശികളാണ്. ഡോക്ടർ സജ്ജാദ്, ആരിഫ്, യാസിൻ, മക്സൂദ്, ഇർഫാൻ, സമീർ എന്നിവരെയാണ് ജമ്മു കശ്മീർ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയായ മറ്റൊരാൾ കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലുണ്ട്. ലക്നൗ സ്വദേശിയായ ഡോക്ടർ പർവസ് ആണ് അറസ്റ്റിലായിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭവത്തിൽ മറ്റൊരാൾ കൂടി കസ്റ്റഡിയിലായി എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ജമ്മു കശ്മീരിൽ നിന്ന് പുറത്തു വരുന്നു. ജമ്മു കശ്മീർ സ്വദേശിയും കോളേജ് പ്രൊഫസറുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഉത്തർപ്രദേശ് ഹാപൂരിലെ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ഫാറൂഖ്, ഡൽഹി പോലീസാണ് ഡോക്ടർ ഫാറൂഖിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ദുബായിലുണ്ട് എന്ന് കരുതുന്ന മറ്റൊരു കശ്മീരി ഡോക്ടർക്കെതിരെ ജമ്മു കശ്മീർ പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇയാൾ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമായ തലത്തിൽ നീളുന്നു. അന്വേഷണം ഇപ്പോൾ ദുബായിലും എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വൈറ്റ് കോളർ ഭീകര സംഘവും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയും തമ്മിലുള്ള പ്രധാന കണ്ണി നിലവിൽ ദുബായിലാണ് എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ.
ഇയാൾ മുൻപ് പാകിസ്ഥാൻ പലവട്ടം സന്ദർശിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലും ഇയാൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒടുവിൽ 2 ആഴ്ച മുൻപാണ് ഇയാൾ ദുബായിലേക്ക് കടന്നത്. ഇന്ത്യയിൽ സ്ഫോടനം നടത്താനുള്ള എല്ലാ പദ്ധതിയും ആവിഷ്കരിച്ചതിന് ശേഷം നേരെ ദുബായിലേക്ക് കടന്നു കളഞ്ഞു. ചെങ്കോട്ട സ്ഫോടനത്തിൽ ഇതുവരെ മരണം 13 ഡോക്ടർ ഉമറും അറസ്റ്റിലായ ഡോക്ടർ മുസമിൻ അഹമ്മദിനായി ഡോക്ടർ ഷഹീദ് സയ്യദ്, ഡോക്ടർ ആദിൽ എന്നിവരും സ്വിറ്റ്സർലൻഡിലെ എൻക്രിപ്റ്റ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെ ഭീകര സംഘടനയിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്തി. ഇവർ പിന്നീട് 26 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു. ഇന്ത്യയിൽ സ്ഫോടനം നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അറസ്റ്റിലായവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ യുപിയിലെ ഹാംപൂർ GS മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫറൂഖ് കാൻപൂർ, GCM മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി DM വിദ്യാർത്ഥി ഡോക്ടർ മുഹമ്മദ് ആരിഫ് മിർ എന്നിവരെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഫറൂഖ് ബന്ധമുള്ള മറ്റു ചില ആളുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ വലവിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ അൽഫലാഖ് സർവകലാശാല അംഗത്വം റദ്ദാക്കിയിട്ടുണ്ട്. ചെങ്കോട്ട കേസിലെ ഗൂഢാലോചനക്കാരൻ്റെതാണ് എന്ന് കണ്ടെത്തി ഒരു കാർ ക്യാമ്പസിൽ പാർക്ക് ചെയ്തിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് സർവകലാശാലയുടെ അംഗത്വം അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ബൈലോ അനുസരിച്ച് യൂണിവേഴ്സിറ്റികൾ ഒക്കെ നല്ല നിലയിൽ നിലനിൽക്കുന്നിടത്തോളം അംഗങ്ങളായി തുടരാം. എന്നാൽ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫലാഖ് യൂണിവേഴ്സിറ്റി നല്ല നിലയിലല്ല എന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. ഭീകര സംഘടനയിൽപ്പെട്ട അംഗങ്ങളുമായി യൂണിവേഴ്സിറ്റിക്കുള്ള ബന്ധമാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ ആയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ ചിലർ ദുബായിൽ നിന്ന് സൗദിയിലേക്ക് കടന്നിട്ടുണ്ടെന്നും സൗദി വഴി സൗദിയിൽ ചില രീതിയിലുള്ള ഈ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും നേപ്പാളും ഇതിന്റെ ഒരു ഭാഗമാണെന്നും ചില ഭീകരവാദികൾ നേപ്പാളിലേക്ക് കടന്നു എന്നുള്ള ചില വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. അതായത് തുർക്കി, പാകിസ്ഥാൻ, UAE, നേപ്പാൾ, സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ ഭീകരർ ആസൂത്രണം നടത്തിയെന്നും പലരും ഈ ഉമർ നബിയുടെ അടക്കം സുഹൃത്തുക്കൾ, അതായത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ അടക്കം ഈ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളതും ഇപ്പോൾ പുറത്തു വരുന്നു. ഈ തുർക്കിയിലെ അങ്കാറയിലുള്ള ഉക്കാസ എന്ന് പേരുള്ള വിദേശ ഹാൻഡലറുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഭീകര സംഘത്തിൽപ്പെട്ട കണ്ണികളിൽ പലരും അഫ്ഗാനിസ്ഥാനിൽ പരിശീലനത്തിനായി എത്തിയിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ജിഹാദിന് വേണ്ടി ഒരു സർവകലാശാല തയ്യാറാക്കി എന്നാണ് ചിലർ ഇതിനെ പരിഹസിക്കുന്നത്. ഫേസ്ബുക്കിൽ അതിശക്തമായ കുറിപ്പുകളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാനാകുന്നത്. ജിഹാദിനായി സർവകലാശാല ഉണ്ടാക്കിയ ഭീകരർക്ക് എത്ര സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തണം. കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ പറയുന്നു. ഇന്ത്യയിൽ സംശയനിഴലിലുള്ള എല്ലാ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണങ്ങൾ തുടരണമെന്നാണ് KS രാധാകൃഷ്ണൻ പറയുന്നത്. ഇസ്ലാമിക് മെഡിക്കൽ ടെററിസം കണ്ടെത്തിയത് കശ്മീരിലെങ്കിലും അത് മുളച്ചതും വളർന്നതുമൊക്കെ ഫരീദാബാദിലെ അൽഫലാഖ് സർവകലാശാലയിൽ 2014 സർവകലാശാല ആരംഭിച്ചത് മുതലുള്ള ചരിത്രം ഡോക്ടർ KS രാധാകൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ജിഹാദി ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ആവശ്യപ്രകാരമാണ് മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ അൽഫലാഖ് സർവകലാശാലയ്ക്ക് കീഴിൽ തുടങ്ങിയത് എന്ന് KS രാധാകൃഷ്ണൻ പറയുന്നു. ജിഹാദിന് വേണ്ടി ഒരു സർവകലാശാല ഉണ്ടാക്കി ഇന്ത്യയിൽ ഇത്തരം എത്ര സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന കാര്യം അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിന്റെ ഒരു ശാഖ കേരളത്തിൽ ഉണ്ടാകും, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇവിടെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മത്സരിച്ച് ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചെങ്കോട്ടയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഓരോ ദിവസവും കൂടുതൽ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഡോക്ടർ ഉമർ നബിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എത്രമാത്രം അപകടകരമായ തലത്തിലാണ് ഇന്ത്യ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.